ഈ ഈ ഇത്രയും വീടുകളിൽ എന്ത് സംഭവിച്ചു? ആ വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു, ആ വീടുകളിലുള്ള ആളുകൾക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ മേഖലയിൽ 400ഓളം കുടുംബങ്ങൾ നിലവിൽ ഒറ്റപ്പെട്ടു കിടക്കുന്നതായാണ് വിവരങ്ങൾ വരുന്നത്. നമുക്ക് രക്ഷാപ്രവർത്തകർക്ക് ഇപ്പോഴും മുണ്ടക്കൈ അട്ടമല ഭാഗത്തേക്ക് എത്താൻ കഴിയുന്നില്ല. നിലവിൽ 6 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 1 കുഞ്ഞാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എത്രയോ വാഹനങ്ങൾ ഒഴുകിപ്പോയതായി പ്രദേശവാസികളുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഈ മുണ്ടക്കൈയിലെ പ്രധാന റോഡും ചൂരൽമല ടൗണിനെയും ഈ മുണ്ടക്കൈ അട്ടമല ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന പാലവും പൂർണ്ണമായും തകർന്നു. വെച്ചാൽ പ്രധാനപ്പെട്ട റോഡും പാലവും പൂർണ്ണമായി തകർന്നു പോവുകയോ ഒലിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ട്. ഈ മുണ്ടക്കൈ അട്ടമല പ്രദേശത്തെ ചൂരൽമലയുമായി ബന്ധിപ്പിക്കുന്ന, പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക മാർഗമാണത് പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. രാത്രിയായിരുന്നു, അർദ്ധരാത്രിയായിരുന്നു. ഒപ്പം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു നേരത്തെ തന്നെ. അതുകൊണ്ട് അപകടത്തിൻ്റെ പൂർണ്ണമായ വ്യാപ്തി ഇപ്പോഴും പുറം ലോകത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അഗ്നിരക്ഷാസേനയും നാട്ടുകാരുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചൂരൽമലയിലെത്തി മുണ്ടക്കൈയിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ രാവിലെ തന്നെ നടത്തിയതാണ്. പക്ഷേ ഒരു നിവൃത്തിയുമില്ല. അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ ആകെ ഉണ്ടായിരുന്ന മാർഗം ആ പാലമായിരുന്നു. ആ പാലം പൂർണ്ണമായും തകർന്നുപോയി. പിന്നീട് പല ഊടുവഴികൾ കടന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴത്തെ ഘട്ടത്തിൽ സാധ്യവുമല്ല. പിന്നീട് അപ്പുറം വഴി വരണം. അപ്പുറം കാടാണ്, ഉൾക്കാടാണ്. നിലമ്പൂർ ഉൾക്കാട്ടിലൂടെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുക എന്നുള്ളതും അസാധ്യമായ കാര്യമാണ്. ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ചൂരൽമലയിലെത്തിയെങ്കിൽ കൂടിയും ചൂരൽമലയിൽ നിസ്സഹായതയോടുകൂടി നിൽക്കുകയല്ലാതെ മുണ്ടക്കൈയിലേക്ക് അട്ടമല ഭാഗത്തേക്ക് പോകാൻ ആർക്കും സാധിച്ചില്ല. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പിന്നീട് നമ്മൾ അറിയുന്നത് നേരം പുലർന്നപ്പോൾ അവിടുത്തെ പ്രദേശവാസികളിൽ ചിലരെങ്കിലും പുറത്തുവിട്ട വീഡിയോകളിലൂടെയാണ്. ആ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട്, എത്രയോ വീടുകൾ ഒലിച്ചുപോയി, നശിച്ചുപോയി, തകർന്നുപോയി, ഒരു സ്കൂൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ടെന്നൊക്കെ പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. അവരുടെ ഞെട്ടലും വേദനയും സങ്കടവും അവരുടെ വിലാപവും ഒക്കെ ആ വീഡിയോകളിൽ വ്യക്തവുമാണ്. നിലവിൽ ഫയർഫോഴ്സും NDRF സംഘവും ഒക്കെ എല്ലാവിധ സർവ്വസന്നാഹങ്ങളോടും കൂടിയും ചൂരൽമലയിലുണ്ട്. പക്ഷെ അവർക്ക് മുണ്ടക്കൈയിലേക്കും അട്ടമലയിലേക്കും എത്താൻ കഴിയുന്നില്ല. ആകെ കൂടിയുള്ള ഒരു മാർഗം എയർലിഫ്റ്റിംഗ് മാത്രമാണ്. ഹെലികോപ്റ്ററുകൾ എത്തണം. എയർഫോഴ്സിൻ്റെ 2 ഹെലികോപ്റ്ററുകളൊക്കെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു എന്നതിൻ്റെ വിവരങ്ങൾ നേരത്തെ റവന്യൂ മന്ത്രി നൽകിയിരുന്നു. പക്ഷെ അത് പുറപ്പെട്ടെങ്കിൽ തന്നെ ഇത്ര സമയം കൊണ്ട് ഈ അട്ടമലയിലും മുണ്ടക്കൈയിലേക്കും എത്താൻ കഴിയും എന്നുള്ള ചോദ്യമുണ്ട്. സൈന്യം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. സൈന്യത്തിന് പക്ഷേ കാര്യമായ എന്തെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാൻ കഴിയേണ്ടതാണ്. പക്ഷെ അവർക്കും അങ്ങോട്ടേക്ക് എത്തണം. വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 4 മണി വരെ 3 തവണ ഉരുൾപൊട്ടി. വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായി. 1:30 മണിയോടുകൂടിയാണ് ആദ്യത്തെ പൊട്ടലുണ്ടായത്. ഇന്നലെ തന്നെ കാര്യമായൊരു ഭീഷണിയും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രദേശവാസികൾ കുറെ കൂടി ജാഗ്രത പുലർത്തിയിരുന്നു. പലരും മാറി താമസിച്ചിട്ടുണ്ട്. അവിടെ ഒരു മലയുടെ മുകളിലുള്ള റിസോർട്ടിലേക്കും പഴയ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്കുമൊക്കെ ആളുകൾ മാറി താമസിച്ചിട്ടുണ്ട്. അതിങ്ങനെ ആ റിസോർട്ടിലും ബംഗ്ലാവിലുമൊക്കെ നിരവധി ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അവരെയൊക്കെ പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയും ദൗത്യവുമുണ്ട്. എങ്ങനെ അവർക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ നിറവേറ്റാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും 6 പേർ നിലവിൽ മരിച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടലുണ്ടാക്കുന്ന ദുഃഖകരമായ വാർത്തയാണ് നിലവിൽ വരുന്നതിൽ. ഒരു മരിച്ചവരിൽ 1 ഒരു കുഞ്ഞാണ്. പലരുടെയും മൃതദേഹം ചൂരൽമലയുടെ സൈഡിൽ നിന്നൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അത് ഈ മലവെള്ളപ്പാച്ചിലിനൊപ്പം ഒലിച്ചു വന്നതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എത്ര വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ വീടുകളൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുപക്ഷെ പുത്തുമലയിലും കവളപ്പാറയിലും സംഭവിച്ചതിനേക്കാൾ വലിയ ഉരുൾപൊട്ടലാണ് സംഭവിച്ചെന്നുള്ള സൂചനകളാണ് വരുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് അവിടെ ഇപ്പോൾ കുറെ കൂടി അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ഭീകരതയും കാണുന്നതിന് ദൃശ്യങ്ങൾ കുറെ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വീടുകൾ തകർന്നു കിടക്കുന്നതിന് ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഫൈസലിന് ആ ദൃശ്യങ്ങൾ കാണാം. ഫൈസലിന് പരിചയമുള്ള ഇടങ്ങളാണോ അതൊക്കെ? സൈഫു, ചൂരൽമല സ്കൂൾ റോഡിനോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏറെ ആശങ്കപ്പെടുത്തുന്നു. ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ ആ ഭാഗങ്ങളിലുണ്ട്. പലരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള വിവരവും പലരും വിളിച്ച് കരയുന്നു. വാട്സപ്പിലും മറ്റ് സന്ദേശങ്ങളൊക്കെ ഏറെ ആശങ്കപ്പെടുത്തുന്ന, ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ എന്നുള്ള തരത്തിലൊക്കെ വളരെ സങ്കടപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് വരുന്നത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏറെ ഭയത്തോടെയാണ് കാണുന്നത്. കാരണം ഇത്രയധികം വ്യാപ്തിയിൽ ഈ ഒരു
ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചാൽ പോലും ഒരിക്കലും ഈ ഭാഗത്തേക്ക് വെള്ളം കയറില്ല. അത്തരം ഭാഗങ്ങളിലേക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കാണാം. ഏകദേശം വീടിൻ്റെ അരഭാഗത്തോളം മണ്ണൊലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് പുലർച്ചെ 2:30 കൂടി ആ ഒരു പ്രദേശത്ത് നിന്നുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ വീടിൻ്റെ പകുതിയോളം ചെളിയാണ്. അവരോട് ഒരു ഓട്ടോ തൊഴിലാളി അദ്ദേഹം പറയുന്നു, എൻ്റെ ഓട്ടോയൊക്കെ മുങ്ങി, ഞങ്ങൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കൂ, ഞങ്ങളൊന്നും ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു മഴ പെയ്താൽ അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ പോലും പെട്ടെന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. 2 ദിവസമായി വളരെ ശക്തമായി ഈ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെയൊക്കെ ഈ ഭാഗത്ത് കറണ്ടില്ല, പലരുടെയും ഫോണും ചാർജില്ല. പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് കാണുന്നു, ലൈറ്റ് ഇടാൻ കഴിയുന്നില്ല. മറ്റ് ചുറ്റുമുള്ളതൊന്നും കാണാതെ നിസ്സഹായരായി നിൽക്കുന്ന ഒരു ജനത. അത്തരത്തിലുള്ള ഒരു വലിയ ഭീകരമായൊരു അവസ്ഥയിലാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നത്. പലരും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുന്നു. പക്ഷേ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന പലരും ഉണ്ട്. ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് മുണ്ടക്കയിലെ ഒരു പ്രശ്നം തന്നെയാണ്. മുണ്ടക്കയിൽ നിന്ന് പൊട്ടി ഒലിച്ച് അവിടെ നിന്ന് വന്ന ഭാഗങ്ങൾ ഇത്രയും ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. വളരെ വേദനാജനകമായി കാണേണ്ട, വളരെ ആശങ്കയോടെ കാണേണ്ട ഒരു സാഹചര്യമാണുള്ളത്. സൈഫു.